നൈപുണ്യ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട രീതിയിൽ മാറുകയുള്ളൂ എന്ന് സാങ്കേതിക സർവകലാശാല വിസി ഡോക്ടർ കെ ശിവപ്രസാദ്. രാഷ്ട്രീയ അഭ്യാസം പ്രൊഫഷണൽ കോളേജുകളിൽ വർദ്ധിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ചുമതലയേറ്റ ശേഷം ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക സർവകലാശാല വിസി ആയിട്ട് ഡോക്ടർ ശിവപ്രസാദ് ഇന്ന് ചുമതലയേറ്റു. വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ട്, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, ഒരു സിലബസ് പരിഷ്കരണം ഉടൻ സാധ്യമാകുമോ? അങ്ങനെ സാധ്യമാവുകയാണെങ്കിൽ അധ്യാപക സംഘടനകൾ അതിന് സഹകരിക്കുമോ? അതിനെന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? സിലബസ് റിവൈസ് ചെയ്യണമെങ്കിൽ അധ്യാപകർ തന്നെ വേണം, വേറെ ആർക്കും സിലബസ് റിവൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ AICTE നിയമപ്രകാരം സിലബസ് റിവിഷൻ നടക്കുകയും വേണം. അപ്പോൾ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അധ്യാപകർ വേണം. ഈ രണ്ട് കാര്യങ്ങളും ഇരിക്കെ നമ്മളുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിലുള്ള സിലബസ് റിവിഷൻ തന്നെയാണ്. അത് നടത്തിയില്ല എങ്കിൽ നമുക്ക് ഭാവിയിൽ പല പ്രശ്നങ്ങളും നേരിടാം. കാരണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതൊക്കെ വരുമ്പോൾ ആ സിലബസ് റിവിഷൻ അതുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. അത് അധ്യാപകർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഉണ്ടാകണം, അവർ അതുണ്ടായേ തീരൂ. ഒരു ഗ്ലോബൽ നിലവാരം ഒരുപക്ഷെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉറപ്പിക്കാൻ സാധിക്കുമോ? കേരളത്തിന് എന്താണ് വിദ്യാഭ്യാസത്തിൽ ഇല്ല എന്ന് ചോദിച്ചാൽ അതിന് അങ്ങനെ നമുക്കില്ലായ്മകളൊന്നുമില്ല, എല്ലാം നമുക്കുണ്ട്. അതിനെ ഒരു മികവിലേക്ക് എത്തിക്കാനുള്ള ചില സംവിധാനങ്ങളുടെ ആവശ്യകതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അത് സാങ്കേതിക വിദ്യാ പഠനത്തിൽ KTU ആണ് അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന വസ്തുത. അത് നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ചേർത്ത് ആ KTUവിൻ്റെ സംവിധാനത്തെ ഒന്ന് ബലപ്പെടുത്തണം. അതിലെ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. കോളേജുകളുടെയും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും പങ്ക്. എങ്കിൽ മാത്രമേ അത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കൂ. ആ വിദ്യാർത്ഥികളിലൂടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ മികവ് വിദ്യാർത്ഥികളുടെയും കുറേ ഗവേഷകരുടെയും കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മികവുണ്ടാവണം. ഈ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജിലൊക്കെ പ്രൊഫഷണലാണോ? അങ്ങനെയെങ്കിൽ ആ പ്രൊഫഷണൽ എന്നൊരു ദൂരം താണ്ടാൻ നമ്മൾ എത്ര സമയം കാത്തിരിക്കും? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൂടുതൽ നൈപുണ്യം അഥവാ സ്കില്ലിൻ്റെ ഒരു ആവശ്യകതയാണ് കാണുന്നത്. ഈ സ്കിൽ ആർജിച്ചാൽ മാത്രമേ, നൈപുണ്യം ആർജിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ പ്രൊഫഷണലുകളാവുള്ളൂ. ആ എൻജിനീയറിങ്ങിൽ ബുക്ക് പഠിച്ചതുകൊണ്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ പ്രൊഫഷണൽ ആവില്ല. അതൊരു ജ്ഞാനിയാവാൻ വേണമെങ്കിൽ ഒരു വിവരമുള്ള ആളാവും. പക്ഷേ പ്രൊഫഷണൽ ആവണമെങ്കിൽ സ്കിൽ ചേർത്തിരിക്കണം അതിൻ്റെ ഉള്ളിൽ. ആ സ്കിൽ ഡെവലപ്മെൻറ്റിനാണ് AICTE ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ്. അത് കേന്ദ്ര ഗവൺമെൻറ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കമ്പനികളെയും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം അത് അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുകയും അതിന് അപ്പുറത്ത് കമ്പനികൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഇത് എവിടെയാണോ സമന്വയിക്കുന്നത് അവിടെ ആ ഒരു സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ പ്രൊഫഷണലി എക്യുപ്ഡ് ആയിരിക്കും, അവർ പ്രൊഫഷണൽസ് ആവും. ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രാധാന്യം വളരെയധികമുണ്ട്. അത് നടപ്പിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ പുസ്തകം പഠിച്ചിറങ്ങുന്നു, ചില വിവരം നമുക്കുണ്ട്, അതല്ലാതെ നമുക്ക് കൈത്തൊഴിൽ ചെയ്യാനുള്ള ഒരു കഴിവ് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള സംശയമുണ്ട്. നമ്മളിപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെല്ലാം ഒരു ടെക്നിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞാലൊക്കെ വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ എന്നൊരു സംഭവിക്കുന്നത്. കാരണം മികച്ച ആൾക്കാർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു. അപ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു നടപടി? നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ, ഇൻറ്റേൺഷിപ്പ് തരാൻ പോകുന്ന വ്യവസായ സ്ഥാപനങ്ങളെയും കുറച്ചുകൂടി ബോധവൽക്കരിക്കണം. അതും വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ആവശ്യമാണ്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. കമ്പനികൾക്ക് ഈ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് കിട്ടുന്നുവോ അതുപോലെ തന്നെ കമ്പനികൾക്കും വിദ്യാർത്ഥികളിൽ നിന്ന് ഗുണം കിട്ടും. കാരണം അവരുടെ ചില കഴിവുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നു. അവരെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് സഹായിക്കുകയും കൂടി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പരസ്പര ധാരണയുടെ ഒരു മേഖലയാണ്. ഈ പരസ്പരം ഭാവയന്ത എന്ന് ഭഗവത്ഗീതയിൽ പറയും. കുട്ടികളുടെ ഈ വിദേശത്തേക്ക് പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമല്ലേ?
അത് തീർച്ചയായിട്ടും ഒരു ഒരു വലിയ ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷം, വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷം കലുഷിതമായി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നേടുവാനൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഭീതി രക്ഷകർത്താക്കൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുകയാണെങ്കിൽ അവർ പതുക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. അതിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാവരും വിദ്യ ആഗ്രഹിക്കുന്നവരാണ്. ആ വിദ്യ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു ഭീതി അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ സംജാതമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം അവർക്ക് പുറത്ത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഡൽഹിയിലോ ഹരിയാനയിലോ പഞ്ചാബിലോ എല്ലാം ചാൻസസ് ഉണ്ട്. അങ്ങോട്ട് പോകും അവരുടെ കയ്യിൽ ധാരാളം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നവരുണ്ട്. അവർ കേരളം വിട്ടു പോകും, യാതൊരു സംശയവുമില്ല. ഈ പ്രൊഫഷണൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയമായിട്ടുള്ള അഭ്യാസമാണ് കൂടുതലായി കാണുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ അഭ്യാസം മാത്രം മതിയോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഷ്ട്രീയത്തിന് അതിൻ്റേതായിട്ടുള്ള തലമുണ്ട്. വിദ്യാഭ്യാസ തലത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത അത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തെ വളരെയധികം ബാധിക്കും. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരം കൂടി വരുമ്പോൾ കേരളത്തിന് പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ഒരു തോത് ഉയർച്ച താഴ്ന്നു പോയോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും ബാക്കിയുള്ള കുറേ സംസ്ഥാനങ്ങൾ അത് മുന്നേറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അങ്ങോട്ട് ചേക്കേറുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചില അരക്ഷിതാവസ്ഥകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ഉള്ള കാര്യമെന്ന് പറയുന്നത്. ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.